മൂഡ് സ്വിങ്സ് എന്നറിയപ്പെടുന്ന സമ്മിശ്ര വികാരങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മാനസികാവസ്ഥ, വികാരങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നതിന് ശരീരത്തിലെ ചില ഹോർമോൺസിന് കഴിയും. ഈ ഹോർമോണുകളെ പൊതുവെ ഹാപ്പി ഹോർമോൺസ് എന്നാണ് അറിയപ്പെടുന്നത്. കുട്ടികളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഹോർമോണുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക, ട്രിപ്റ്റോഫാൻസ് അടങ്ങിയ പാൽ, മുട്ട, തൈര്, ചീസ്, പൈനാപ്പിൾ, ഓട്സ്, പരിപ്പ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, 30 മിനിറ്റെങ്കിലും ദിവസവും എക്സസൈസ് ചെയ്യുക, യോഗ, ധ്യാനം എന്നിവ ശീലമാക്കുക, സൂര്യപ്രകാശം ഏൽക്കുക, ധാരാളം ഉറങ്ങുക, അതുപോലെ തന്നെ ധാരാളം ചിരിക്കുക. ഇതെല്ലാം ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺസ് ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഡോപ്പമിൻ, എൻഡോർഫിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഈ 4 ഹാപ്പി ഹോർമോൺസ് എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഓക്സിറ്റോസിനെ കുറിച്ച് നോക്കാം. ലവ് ഹോർമോൺ എന്നാണ് ഓക്സിറ്റോസിൻ അറിയപ്പെടുന്നത്. പ്രസവം, മുലയൂട്ടൽ, പ്രത്യുൽപാദനം തുടങ്ങി ശരീരത്തിലെ പ്രധാന വശങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഒന്നാണ് ഓക്സിറ്റോസിൻ. ഈ ഹോർമോൺ പരസ്പര ആകർഷണത്തിനെയും വിശ്വാസത്തെയും അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. ഇനി അടുത്തത് എൻഡോർഫിൻ. വേദനയും പിരിമുറുക്കവും ഒഴിവാക്കാൻ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് എൻഡോർഫിൻ. ഓരോ വ്യക്തിക്കും എൻഡോർഫിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും. നമ്മൾ വ്യായാമം ചെയ്യുമ്പോഴും ധാരാളം ചിരിക്കുമ്പോഴുമൊക്കെ ശരീരം എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഫീൽ ഗുഡ് ഹോർമോൺ എന്നാണ് ഡോപ്പമിൻ അറിയപ്പെടുന്നത്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉണ്ടാക്കിത്തരുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമിൻ. നമ്മുടെ മൂഡ് കൺട്രോൾ ചെയ്യുന്നൊരു ഹോർമോണാണ് സെറോട്ടോണിൻ. ഇതിൻ്റെ 90% കുടലിലാണ് കാണപ്പെടുന്നത്. 10% മാത്രമേ തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. രക്തം കട്ട പിടിക്കുന്നതിനെയും വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനെയും നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ നിയന്ത്രിക്കുന്നതിനെയും ഇതുകൂടാതെ ദഹനം, പഠനം, ഉറക്കം എന്നിവയുമൊക്കെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ഹോർമോണാണ് സെറോട്ടോണിൻ. സെറോട്ടോണിൻ്റെ അളവ് കുറയുന്നത് വിഷാദ രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സെറോട്ടോണിൻ്റെ അളവ് സാധാരണ നിലയിലായാൽ നമുക്ക് കൂടിയ അളവിലുള്ള ശ്രദ്ധ, സന്തോഷം അതുപോലെ തന്നെ ശാന്തതയും അനുഭവപ്പെടുന്നു.